ഇനി അത് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഇത് ആരാധനയാവുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ പ്രാർത്ഥന ആരാധന? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇവരോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ. ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നീ സമൂഹത്തോട് പറയുമ്പോൾ ഈ സമൂഹത്തിന് അള്ളാഹുവിനെ അറിയാം. മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിനെ അറിയാം. അള്ളാഹുവിനെ അറിയാമെന്ന് മാത്രമല്ല, അവര് കഅബാലയത്തിന്റെ അരികില് ചില ആരാധനകളൊക്കെ നടത്തുമായിരുന്നു. ഈ ആരാധനകൾ നടത്തുമ്പോൾ അവര് പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഇപ്പോൾ ഹജ്ജ് സീസൺ ആയാൽ ചാനലുകളിലൊക്കെ വരുന്നൊരു വാചകം ഉണ്ടല്ലോ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക്. ഇതിന്റെ അതേ രൂപത്തിൽ ഇവർ പറയും, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്, അള്ളാഹു നിനക്കൊരു പങ്കാളിയില്ല. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്ന. ഒരു പങ്കാളി, ആ പങ്കാളിയും ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നിനക്കുള്ളതാണ്. അത് നീ കൊടുക്കുന്ന കഴിവേ ഈ പങ്കാളിക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. വിശ്വസിച്ചു. ഇവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ത്? ആരാധന അള്ളാഹുവിന് മാത്രമേ നടത്താൻ പാടുള്ളൂ. സ്രഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവരെ മറുപടി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. ഇതിനെ നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. ഇപ്പറഞ്ഞ മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. ഇവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ എന്താണ് അവർ തിരുത്തിയത്? എന്തിനാണ് അവർ ഇപ്പൊ അള്ളാഹു ആണ് സ്രഷ്ടാവ് എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹു ആണ് നിയന്താവ് എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹു ആണ് കൈകാര്യകർത്താവ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോട് നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ എന്തിനാ? അവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥനയാണ് അള്ളാഹു അല്ലാത്തവരോട് നടത്തിയ ഏറ്റവും പ്രധാനമായിട്ട്. അതുപോലെ അതായത് മുഹമ്മദ് നബിക്ക് മുമ്പ് തന്നെ, അത് നേരത്തെ മുജാഹിദുകളുടെ വാദമാണ്, മുഹമ്മദ് നബിക്ക് മുമ്പ് തന്നെ ഇത്ര രീതിയിൽ അള്ളാഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരാധനയ്ക്ക്, അതിനല്ലാതെ മറ്റുള്ളവരോട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത്. അതെ, അള്ളാഹുവിന് പുറമെയാണ് അവർ മറ്റുള്ള. ഖുർആന്റെ പ്രയോഗം അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിന് കൂടാതെ നിങ്ങൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കരുത് എന്ന് തന്നെയാണ് ഖുർആന്റെ കൽപ്പന. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഇവർ അള്ളാഹു അല്ലാത്തവരോട് നടത്തി. അതുകൊണ്ട് വേഗം അവർക്ക് മനസ്സിലായി ഇത് പറഞ്ഞ എന്താണ്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എവിടെയും അദ്ദേഹത്തിന് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു നബിയോടുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല.